CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ മരുമകൻ KS സജിത്ത് അനധികൃത ഖനനം നടത്തിയെന്ന് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട്. റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത്. 2108 സ്ക്വയർ മീറ്റർ പാറ പൊട്ടിച്ച് കടത്തിയെന്നാണ് ജില്ലാ ജിയോളജിസ്റ്റ് കണ്ടെത്തിയത്. ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് 24-ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ രാഹുൽ വിജയൻ നൽകും. രാഹുൽ, ഗുഡ് ഈവനിംഗ്. ഈ പാറ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ വന്ന പുതിയ അപ്ഡേഷൻ എന്താണ്? ശ്രീനിത, 2024 നവംബറിലാണ് ഈ സജിത്തിനെതിരെ ഈ മൈനിങ് ആൻഡ് ജിയോളജി ഒരു അന്വേഷണം നടത്തുന്നത്. അനധികൃതമായി റവന്യൂ പാറ പുറമ്പോക്കിൽ നിന്ന് പാറ പൊട്ടിച്ചു കടത്തുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായിട്ട് അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. 2108 മീറ്റർ സ്ക്വയർ പാറ അനധികൃതമായി പൊട്ടിച്ചു മാറ്റി എന്നുള്ളതായിരുന്നു ഈ ജില്ലാ ജിയോളജിസ്റ്റിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുള്ള പാറ പൊട്ടിക്കലിന് വില്ലേജ് ഓഫീസിൽ നിന്ന് ചെറിയ അനുമതി ഉണ്ടായിരുന്നു. അതിൽ വില്ലേജ് ഓഫീസറുടെ മഹസറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടിയാണ് അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിയ പാറയുടെ അളവ് എന്ന് പറയുന്നത്. അത് ശരിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി താലൂക്ക് സർവേയറോട് വീണ്ടും ഒരു സർവേ നടത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകൾ കണ്ടെത്തി കൊടുക്കണമെന്ന് ജില്ലാ ജിയോളജി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ നാളിതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ മരുമകനായിട്ടുള്ള സജിത്തിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ജിയോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഈ നടപടികൾ വൈകാൻ കാരണമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെയാണിപ്പോൾ ജില്ലാ കളക്ടർ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി CV വർഗീസിനും അതുപോലെ തന്നെ മകനും മരുമകനും ഉൾപ്പെടെ ഈ അന്വേഷണം നടക്കും. ആ ഘട്ടത്തിലാണിപ്പോൾ നേരത്തെ കഴിഞ്ഞ നവംബർ മാസം വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നുള്ള വിവരം കൂടി 24-ലൂടെ പുറത്തുവിടുന്നത്. രാഹുൽ, ഒപ്പം തന്നെ ഇപ്പോ അനധികൃത ഖനനം നടത്തിയെന്നുള്ള ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ CPM നേതാക്കൾ, അതായത് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പേരിലും മരുമകന്റെ പേരിലും ഒക്കെയാണല്ലോ ഈ ആരോപണം വരുന്നത്. പാർട്ടി പ്രതിരോധത്തിലാകുമല്ലോ? സ്വാഭാവികമായിട്ടും ഈ ആരോപണങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് നാളുകളായിട്ട് CPMന്റെ ജില്ലാ സെക്രട്ടറിക്കും മകനും മരുമകനുമെതിരെ ഈ പാറ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ അതിലെ ഈ പരാതിയുമായിട്ട് ആളുകൾ രംഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഈ പാറമടകൾ നടത്തുന്നതൊന്നും ഇവരുടെ പേരിലാണെന്ന് സ്ഥിരീകരിക്കാനോ കണ്ടെത്താനോ ജിയോളജി വകുപ്പിന് പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അജ്ഞാതരാരോ പാറ പൊട്ടിച്ച് കടത്തുന്നു എന്ന നിലയിലായിരുന്നു പലതരത്തിലുള്ള കാര്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നത്. കട്ടപ്പനയിൽ ഉൾപ്പെടെ മേട്ടുകുഴിയിൽ ഉൾപ്പെടെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പാറമട അത് നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്ത് പൂട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും അത് നടത്തിയിരുന്നത് ആരാണ്, ആർക്കു വേണ്ടിയാണ് ഈ പാറ ഖനനം നടത്തിയിരുന്നതെന്ന് ജിയോളജി വകുപ്പിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കുളം ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് ഈ പാറ ഖനനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും CPMന്റെ ഈ ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടത്തിയിരുന്ന ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്വാറി മാഫിയയുടെ ബന്ധം ഉന്നയിച്ചായിരുന്നു ജില്ലാ സെക്രട്ടറിക്കെതിരെ അന്ന് വിമർശനം ഉയർന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ വരുന്ന ആരോപണങ്ങൾ കൂടി അല്ലെങ്കിൽ ഈ അന്വേഷണം കൂടി വലിയ തരത്തിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെയും ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീനിത. ഒപ്പം ഈ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടും അത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും അല്ലേ? കാരണം ഈ പലപ്പോഴും തെളിവുകളില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാലം ഉണ്ടായ പോലെ എല്ലാ വിവാദത്തിലും അല്ലെങ്കിൽ ആ ആരോപണത്തിന്റെ മാനം മാറുന്നു.